ഇന്ന് മലപ്പുറം വരെ ഒന്ന് പോവുകയാണ്. വേറൊന്നല്ല, ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ദേ വരണ മുതൽ കണ്ടോ, ഇതൊരു ഒന്നൊന്നര ഐറ്റം തന്നെയാണല്ലേ. ഇതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ റോട്ടിലെ കുണ്ടും കുഴിയൊന്നും നമ്മൾ അറിയില്ല. രാജകീയമായി ഇരുന്ന് യാത്ര ചെയ്യാം. ഇത് നമ്മുടെ വണ്ടികളുടെ മുതലാളി നമ്മളെ സ്വന്തം നാസറാക്കുൻ്റെ പുതിയ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് മലപ്പുറം വരെ പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ചേട്ടന്മാരെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ച് അവർക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ടൈം ഉള്ള സമയത്ത് ഫാമിലിയായിട്ട് ഞങ്ങളെ കൂടെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ എത്തിയ സ്ഥലമാണ് കേട്ടോ. സത്യത്തിൽ ഇവിടെ എല്ലാം ഞങ്ങൾ വന്നത് വേറെ സ്പോട്ടിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ സൺഡേ അവധിയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അലാക്കിൻ്റെ വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങളെ ഫേവററ്റ് സ്പോട്ടായിട്ടുള്ള സാംകോയിലേക്ക് വിട്ടു കേട്ടോ. മലപ്പുറംകാർക്ക് അറിയാവുന്ന അടിപൊളി സ്ഥലമാണ് സാംകോ. ഇവിടുത്തെ ബിരിയാണി മലപ്പുറംകാർ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അത്രയും അടിപൊളി ബിരിയാണിയാണ്. ബിരിയാണിയുടെ ടേസ്റ്റ് മാത്രമല്ല, ക്വാണ്ടിറ്റിയും എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഞങ്ങൾ ചിക്കൻ 65ഉം ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, നമുക്ക് അങ്ങോട്ട് മട്ടിക്കും. അങ്ങനത്തെ ക്വാണ്ടിറ്റിയിലാണ് അവർ ഫുഡ് തരുന്നത്. പിള്ളേരൊക്കെ ഫുഡ് അടിപൊളിയാണെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വർക്കിംഗ് ഡേ ആയിരുന്നതുകൊണ്ട് തന്നെ കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. സീറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു. പക്ഷേ ഇത് സൺഡേ ആയിരുന്നതുകൊണ്ട് ചെറിയ രീതിക്ക് തിരക്കിനൊരു ശമനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ തയ്ച്ചിരുന്നു. പെരിന്തൽമണ്ണയിൽ എത്തിയപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണക്കാരുടെ സ്വന്തം നിറന്നുവേണ്ടി വാങ്ങി കുടിച്ചു കേട്ടോ. ബിരിയാണി കഴിച്ചിട്ട് ഇനി എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്, ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങട്ടെ. വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.